മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് അനിൽ ബോസ്, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തിരുന്നല്ലോ. സാധാരണഗതിയിൽ വിളിപ്പിക്കുന്ന ദിവസമായിരുന്നു ഇന്നലെ. പുറത്തിറങ്ങിയ ശേഷം ഇന്നലെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ അടൂർ പ്രകാശുമായുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത തേടി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നോട്ടീസ് നൽകി അടൂർ പ്രകാശിനെ വിളിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അപ്പുറത്ത് ഒരുമിച്ചിരുത്തിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഒരുമിച്ചിരുത്തിയെന്ന് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. അതേ സ്ഥലത്ത് തന്നെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ തന്നെ പോറ്റിയെയും ഇരുത്തുകയാണ്. അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങളിൽ അപ്പോൾ വ്യക്തത അപ്പുറത്തൊന്നും ചോദിച്ചെടുക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി വരുത്തുക എന്നതിലേക്കാണ് SIT കടന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രതിപ്പട്ടികയിലേക്കൊന്നും വന്നു എന്നൊന്നും ഇതിനർത്ഥമാക്കുന്നില്ല. പക്ഷേ ഒരു ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിൽ അത് 2.5 മണിക്കൂർ നീണ്ടു എന്നുള്ള നമ്മുടെ മുന്നിലൊരു കാര്യമാണ്. ഇനിയും വിളിപ്പിച്ചേക്കാം എന്നുള്ള സാധ്യതയും അവിടെ നിൽക്കുന്നു. അപ്പോൾ കോൺഗ്രസ് അതിനെ ആ രൂപത്തിൽ കാണുന്നുണ്ടോ? ഇപ്പോൾ UDF കൺവീനർ എന്ന നിലയ്ക്ക്, കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട നേതാവ് എന്ന നിലയ്ക്ക് ആണോ അദ്ദേഹം അതിനോട് പ്രതികരിച്ചത്? അഡ്വക്കേറ്റ് അനിൽ ബോസ്. അല്ല, ഇതിനകത്ത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ ഇത്. വിശ്വാസ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലോടുകൂടി കാണുന്ന ഒരു സംഭവമാണ്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട SITയുടെ അന്വേഷണത്തെ ഞങ്ങളാരും ചലഞ്ച് ചെയ്തിട്ടില്ല. അപ്പോഴും ഇപ്പോഴും ഒന്നും ചലഞ്ച് ചെയ്തില്ലല്ലോ. ഞങ്ങളാരെങ്കിലും ചലഞ്ച് ചെയ്തോ? ചലഞ്ച് ചെയ്തിട്ടില്ല. അതൊക്കെ തെറ്റായ വ്യാഖ്യാനങ്ങളാണ്. പിന്നെ ഈ അടൂർ പ്രകാശ് 2010-ലാണ് 2011-ലാണെന്നൊക്കെ ഈ CPM പ്രതിനിധി ചർച്ചയിൽ പറയുന്ന കേട്ടാൽ തോന്നും ഇദ്ദേഹമാണ് അവിടെ രജിസ്റ്ററിൽ കാര്യങ്ങളൊക്കെ എഴുതി ടൈമൊക്കെ എടുത്ത് അപ്പോയിൻമെൻറ്റ് കൊടുക്കുന്നതെന്ന് തോന്നും. ഇതൊക്കെ വളരെ കൃത്യമായി ഇപ്പം സോണിയാഗാന്ധിയുടെ വീടാണെങ്കിലും അത്തരം പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വരുന്നതിനെ സംബന്ധിച്ച് അല്ല, ഇത് കേൾക്കൂ മുൻമുനയിൽ നിർത്താൻ ശ്രമിച്ചു എന്ന ധാരണയിലാണ് ഞാൻ ഇടപെട്ടത്. ഞാൻ പറയട്ടെ, ഇത് കേൾക്കൂ. 2019 മാത്രമാണ് അടൂർ പ്രകാശ് MP ആകുന്നത്. മനസ്സിലായില്ലേ? 2019 മാത്രമാണ്. അപ്പം അതിനു മുമ്പ് അദ്ദേഹം MLA ആയിരുന്നു, മന്ത്രിയായിരുന്നയാളാണ്, രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം അങ്ങനെ ഡൽഹി വിസിറ്റൊന്നും പോകുന്ന ആളല്ല. പാർലമെൻറ്റ് അംഗമായതിനു ശേഷമാണോ അല്ലയോ എന്നുള്ളത് രജിസ്റ്റർ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അന്വേഷിക്കട്ടെ എന്ന് SITക്ക് അന്വേഷിക്കാമല്ലോ. ഇനി ഏത് തീയതിയിലാണ് പോയത്, ആരാണ് അപ്പോയിൻമെൻ്റ് എടുത്തത്, അവരന്വേഷിക്കട്ടെ. അല്ല ഞാനിവിടെ ഇരുന്നുകൊണ്ട് സോണിയാഗാന്ധിയുടെ ഓഫീസിൽ അപ്പോയിൻമെൻറ്റ് കൊടുത്ത ഇന്നയാളാണ് അല്ലെങ്കിൽ ഇന്ന നേതാവാണ്, അങ്ങനെയൊക്കെ നമുക്കെങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഒരു അന്വേഷണത്തിലിരിക്കുന്ന കാര്യം SITക്ക് എവിടെയും അന്വേഷിക്കാമല്ലോ. അത് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി നിങ്ങൾ അന്വേഷിക്കുന്നേ, ഞങ്ങൾക്ക് തർക്കമില്ലെന്നേ ആ കാര്യത്തിൽ. ഒരു പാർട്ടിക്കെതിരെ അല്ലെ പാർട്ടിയിലെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെ അലിഗേഷൻ ഉയർന്നു വരുമ്പോൾ ഞങ്ങളതിനെ വേണ്ടാന്നല്ലല്ലോ പറയുന്നേ. ത്രൂ പ്രോപ്പർ വേ നിങ്ങൾ അന്വേഷിക്കുക. അടൂർ പ്രകാശിനെ കുറിച്ചോ മറ്റേതെങ്കിലും നേതാക്കളെ കുറിച്ചോ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി രജിസ്റ്റർ എടുക്കുമോ, ചോദ്യം ചെയ്യുമോ, മൊഴിയെടുക്കുമോ നിങ്ങൾ ചെയ്യുന്ന ഇതും കൂടി ഞങ്ങൾ ചെയ്യണോ? ഞങ്ങളെല്ലാത്തിനും സഹകരിക്കാൻ തയ്യാറാണ്. ശബരിമല പോലൊരു വിഷയത്തിൽ സഹകരിക്കാൻ തയ്യാറാണ്. അദ്ദേഹം സംസാരിച്ചല്ലോ, കോൺഗ്രസ് നേതാക്കൾ, പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാക്കൾ, അടൂർ പ്രകാശ് എന്നൊക്കെ പറഞ്ഞ് രാഘവൻ എന്ന് മാത്രം പറഞ്ഞല്ലോ. രാഘവന് രാഷ്ട്രീയമില്ലേ? നിങ്ങൾ 2 പ്രാവശ്യം ഈ ചർച്ചയിൽ ഉപയോഗിച്ചല്ലോ രാഘവൻ CPM നേതാവാണെന്നുള്ള പറയണ്ടേ നിങ്ങൾ? അപ്പം അത് പറയുമ്പോഴാണ് അതിന് ജെനുവിനിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലായില്ലേ? അടൂർ പ്രകാശിൻ്റെ കൂടെയുള്ള ചിത്രങ്ങൾ വെച്ച് അദ്ദേഹത്തെ മൊഴിയെടുക്കാൻ വിളിക്കുമ്പോൾ പിണറായി വിജയൻ്റെ ചിത്രങ്ങളുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ മൊഴി കൂടെ എടുക്കുമ്പോൾ കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവും. അതുപോലെ തന്നെ പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ പേര് പറയുന്ന കൂട്ടത്തിൽ CPM നേതാവായ രാഘവൻ എന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത ഉണ്ടാവും. അത് നിങ്ങൾ പറയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഇവിടെ ഞാൻ ശ്രീ സജീവൻ പൂർണ്ണമായി യോജിക്കാം. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ല. ഞാൻ ക്ലാരിറ്റി വരുത്താൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായ ആളാണ്. ഞാൻ വഴങ്ങാൻ ഞാൻ പ്രയാർ ഗോപാലകൃഷ്ണന്റെയും അല്ല, ബഹളമില്ലാതെ പോകല്ല. ഞാൻ എന്നെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ ശ്രമിച്ചു എന്ന ധാരണയിൽ ഒന്ന് ഇടപെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം അസ്വസ്ഥനായി. അദ്ദേഹം അതിന് വഴങ്ങിയില്ല. അത്രയും സമയം സംസാരിച്ചുകൊണ്ടാണ് അങ്ങേക്ക് 17 മിനിറ്റ് തന്ന ശേഷം അദ്ദേഹം തുടങ്ങിയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ശ്രീ അനിൽ ബോസ് ഒന്ന് കേൾക്കൂ. അല്ല, ഞാൻ 17 മിനിറ്റ് അല്ല, അത് ഞാൻ കൊടുത്ത സമയമാണല്ലോ. അത് അദ്ദേഹത്തിന് കുറ്റമില്ല, ഞാൻ കൊടുത്തതാണ് ആ സമയം. അങ്ങ് പറയൂ ശ്രീ സനോജ്. എന്നോട് ചോദിക്കുന്നതിന് ഞാൻ മറുപടി ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ട് എന്നോട് ചോദ്യം ചോദിക്കുമ്പോൾ
ഞാൻ ഒരിക്കലും തടസ്സപ്പെടുത്തത്തില്ല. നിങ്ങൾ എനിക്ക് വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ അതിനേക്കാൾ കൂടുതൽ സമയം നിങ്ങൾക്ക് വഴങ്ങി തന്നേനെ. സനോജ് എനിക്ക് 1 സെക്കൻഡ് വഴങ്ങിയിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് 2 മിനിറ്റ് വഴങ്ങി തന്നേനെ. നിങ്ങൾ എന്റെ സമയമാണ്, ഞാൻ വഴങ്ങുന്നില്ല. ഞാൻ വഴങ്ങുന്നില്ല, എന്റെ സമയമാണ്, എന്നോടാണ് ചോദ്യം. രാഘവന്റെയും സാന്നിധ്യം ആ ഫോട്ടോയിലുണ്ട് എന്ന് പറഞ്ഞത്. നിങ്ങൾ വഴങ്ങില്ലെന്ന് എനിക്കറിയാം, കാരണം ഇത് പൊളിഞ്ഞു പോവല്ലോ. അല്ല, CPM 2019 ഞാൻ കണ്ടിട്ടുള്ളൂ എന്ന് രാഘവന്റെ പേര് പറയുമ്പോൾ CPM നേതാവാണെന്ന് തുറന്നു പറയാൻ അങ്ങ് തയ്യാറായില്ല എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ശ്രീ അനിൽ ബോസ് പൂർത്തിയാക്കാം. അതൊന്നല്ല, വളരെ കൃത്യമാണ്. കോൺഗ്രസ് നേതാക്കളെല്ലാം കള്ളന്മാരാണ്, കോൺഗ്രസ് നേതാക്കളാണ് ഇത് ചെയ്തത് എന്ന് പറയുമ്പോൾ CPMന്റെ ദേവസ്വം ബോർഡ് മെമ്പറുടെ പേരോടെ മെൻഷൻ ചെയ്യണമായിരുന്നു. ജയിലിൽ കിടക്കുന്ന CPM. ശരി, ആ വർഷമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ സംസാരിക്കുമ്പോൾ ക്ലിയർ ആണ്. അനിൽ ബോസ് പൂർത്തിയാക്കൂ. അല്ല, എന്റെ അവസരമാണ്, എന്റെ അവസരമാണ്. ഞാൻ പറഞ്ഞത് നമ്മളൊരു വിഷയത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണമെന്ന് ആഗ്രഹിക്കുകയും ശബരിമലയിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ കൂടി ഇതിനെ വളരെ പോസിറ്റീവായി അന്വേഷിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് വിചാരമുള്ള ആളാണ് ഞാൻ. അങ്ങനെ വിചാരിക്കുന്ന സന്ദർഭത്തിൽ സ്വതന്ത്രമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ ഈ ചർച്ചയിൽ പോലും പറഞ്ഞത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ ആ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അവരെ കയ്യാമം വെക്കാൻ, മാതൃകാപരമായി ശിക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായിക്കോളൂ. അങ്ങനെ ഒരു തെറ്റ് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി അല്ലെന്നേ കോൺഗ്രസ്. ഇപ്പൊ പത്മകുമാറിനെ CPMന്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇപ്പോഴും വെച്ചിരിക്കുന്നത് പോലെ വെച്ചോണ്ടിരിക്കില്ല കോൺഗ്രസ്. തർക്കമൊന്നും വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ഉണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ട. അതേസമയം എന്തായാലും ജയിലിൽ കിടക്കുമ്പോൾ പോലും പത്മകുമാറിനെതിരെ നടപടി എടുക്കാത്ത CPMന്റെ നടപടികൾ ഞങ്ങൾ തുടരില്ല. ഞങ്ങൾ കൃത്യമായ നടപടി സ്വീകരിക്കും. അതാണ് അറിയേണ്ടത്. നിങ്ങൾ വളരെ വേഗം തന്നെ നടപടിയിലേക്ക് കടക്കും. ഞാൻ എന്താ പറയേണ്ടത്? ഇതിൽ കൂടെ എന്താണ് കോൺഗ്രസ് നേതാക്കൾ ആരെങ്കിലും അറസ്റ്റിലായി ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ആ പാർട്ടിയിൽ ഉണ്ടാകില്ല ആ നേതാവ്, അത് എത്ര വലിയ നേതാവാണെങ്കിലും എന്നാണ് അനിൽ ബോസ് ഉത്തരവാദിത്വത്തോടു കൂടി തന്നെ പറയുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.